ഹായ് വ്യൂവേഴ്സ്, ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ PSC, SSC, RRB, UPSC, UGC നെറ്റ് അങ്ങനെയുള്ള എക്സാംസിനൊക്കെ വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ജനറൽ നോളജ് കുറച്ച് ടഫായിരിക്കും പൊതുവെ. അപ്പൊ അങ്ങനെയുള്ള ജനറൽ നോളജിനെ ഈസി ആക്കുക. അത് മാത്രമല്ല, ഒരുപാട് ചാനലുകളിലായി സ്പ്ലിറ്റ് ആയി കിടക്കുന്ന റിസോഴ്സസിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് അറിയോ? ഈ വീഡിയോസ് കാണുക മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസിന് അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. പിന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും, അതായത് നിങ്ങളെപ്പോലെ പഠിക്കുന്നവർക്കൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ആവാം, വലിയ വലിയ റിസോഴ്സസ് നമുക്ക് ഷെയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസ് 2023. ഓക്കെ, 2023. ഓക്കെ, നമുക്ക് നോക്കാം ആർക്കൊക്കെ ആയിരുന്നു 2023 നോബൽ പ്രൈസ്. ഫിസിക്സിന് ആർക്കൊക്കെ കിട്ടിയേ? പിയർ അഗോസ്റ്റിനി. ഓക്കെ, സോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, അതായത് ഈ നോബൽ പ്രൈസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ആളുടെ ലാസ്റ്റ് നെയിം മാത്രം പഠിച്ചാൽ മതി. കാരണം എന്താ അറിയോ? നിങ്ങൾക്കറിയാം, ഈ PSC ആയാലും SSC ആയാലും ഏത് എക്സാമിനായാലും ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവരുടെ പേര് ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട, ഇവരുടെ പേര് എന്താണെന്നൊന്ന് നോക്കി വെച്ചാൽ മതി. ഈ അഗോസ്റ്റിനി ക്രോസ് ലൂയിലിയർ, ഈ പേര് ആ ഓപ്ഷനിൽ കണ്ട നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ ഇവരുടെ പേര് ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട. ഇത് കണ്ടാൽ ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. സോ ആർക്കൊക്കെയാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ് 2023 കിട്ടിയത്? അഗോസ്റ്റിനി, ക്രോസ്, ലൂയിലിയർ. ഇവർക്ക് 3 പേർക്കാണ് ഫിസിക്സിൽ കിട്ടിയത്. ഇനി കെമിസ്ട്രിയിൽ ആരാ? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ലാസ്റ്റ് നെയിം മാത്രം നോക്കിയാൽ മതി. ബവൻഡി, ബ്രൂസ്, യെക്കിമോവ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷന് ഇതായിരിക്കും കൊടുക്കുക, ബവൻഡി, ബ്രൂസ്, യെക്കിമോവ്. അല്ലെങ്കിൽ ഇതിൽ ഒരാളുടെ മാത്രമായിട്ട്, അതായത് ബാക്കി 3 ആൾക്കാർക്കും ആ വർഷം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ 4ാമത്തെ ആളായിട്ട് ഇതിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കും. അപ്പൊ അതിൽ ഒരാളായിരിക്കും, ആ ഒരാളെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ 3 ആൾക്കാരെ ഒരു ടീമായിട്ട് ഒരു ഒറ്റ ഓപ്ഷൻ ആയിട്ട് കൊടുക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ കെമിസ്ട്രി കഴിഞ്ഞു. ഇനി മെഡിസിൻ ആർക്കൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വീസ്മാൻ. ഈ 2 ആൾക്കാർക്കാണ് മെഡിസിനിലെ നോബൽ സമ്മാനം കിട്ടിയത്. ഇനി ലിറ്ററേച്ചറിൽ ആർക്കാണ് കിട്ടിയത്? ലിറ്ററേച്ചറിൽ കിട്ടിയത് ജോൺ ഫോസിനാണ്. അതുപോലെ പീസ്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് നർഗീസ് മുഹമ്മദി ഇറാനിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ എക്കണോമിക്സിന് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ്. ഓക്കെ, സോ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ നോബൽ പ്രൈസ് എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ അതിൽ ഇവരിൽ ഈ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ സ്പീച്ചസും ലെക്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അവരെ പല ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നോളജ് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിഷയം, 2023 നോബൽ പ്രൈസ്. താങ്ക് യു.